പ്രിയപ്പെട്ടവരെ, ഇറാൻ അടിക്ക് പകരം അടി എന്ന രീതിയിൽ ആക്രമണത്തിന് പകരം ആക്രമണം. കഴിഞ്ഞ ദിവസം സിറിസ്ക എന്നറിയപ്പെടുന്ന അമേരിക്കയുടെ ചരക്ക് കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയിരിക്കുകയാണ്. ക്രൂസ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ടാണ് കപ്പലിനെ ആക്രമിച്ചിരിക്കുന്നത്. ഇതൊന്നും തടയാൻ അമേരിക്കക്ക് സാധിച്ചിട്ടില്ല. അതിന്റെ പ്രധാനപ്പെട്ട കാരണം ഒമാൻ കടലിൽ ഇറാന്റെ ഒരു കപ്പലിന് നേരെ അമേരിക്ക ആക്രമണം നടത്തി. ഇതിന് പകരമായിരുന്നു ഈ ഇറാന്റെ ഭാഗത്തുള്ള ആക്രമണം. യഥാർത്ഥത്തിൽ ഇറാൻ ഒരു ആക്രമണത്തിന് പകരം അതേ രീതിയിൽ അല്ലെങ്കിൽ അതിലേറെ ശക്തമായ ഒരു തിരിച്ചടി ഇതാണ് ഇപ്പോൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കുവൈത്തിലുള്ള അമേരിക്കയുടെ ബേസിന് നേരെ നടത്തിയ ആക്രമണത്തിന്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തമായ നാശനഷ്ടങ്ങളാണ് അമേരിക്കക്ക് ഉണ്ടായിരിക്കുന്നത്. അവിടെയാണ് MQ-9 റീപ്പർ തകർന്നിട്ടുണ്ട്. മാത്രമല്ല വലിയ രൂപത്തിലുള്ള നാശനഷ്ടങ്ങൾ ബേസിൽ ഉണ്ടായി എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും ഇറാന്റെ ആക്രമണങ്ങൾ ചെറുക്കാനോ തകർക്കാനോ അമേരിക്കക്ക് കഴിയുന്നില്ല. അമേരിക്ക ഒരു ആക്രമണം നടത്തിയാൽ തിരിച്ച് അതിശക്തമായ ആക്രമണം നടത്തുക എന്ന ഒരു തന്ത്രമാണ് ഇപ്പോൾ ഇറാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ ഈ ചർച്ചകളിൽ ഇറാന് വലിയ രൂപത്തിൽ സമ്മർദ്ദം ചെലുത്താൻ സാധിക്കുന്നു എന്നാണ്. ഈ ആക്രമണങ്ങളിൽ ഇറാൻ കീഴ്പ്പെടുകയാണെങ്കിൽ ചർച്ചയിലും വിട്ടുവീഴ്ചയ്ക്ക് ഇറാൻ തയ്യാറാകേണ്ടി വരും. പക്ഷേ ആക്രമണങ്ങളിൽ മേൽക്കൈ നേടുന്നത് കൊണ്ട് തന്നെ ചർച്ചകളിൽ കടുംപിടുത്തത്തിൽ തന്നെ നീങ്ങാൻ ഇറാന് സാധിക്കുന്നു എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ടാണ് ഇറാൻ കൃത്യമായി ഒരടിക്ക് തിരിച്ചൊരടി എന്ന രീതിയിൽ നൽകുന്നത്. കാരണം ഞങ്ങൾ ഇവിടെ പരാജയപ്പെട്ടിട്ടില്ല, ഒരു വിട്ടുവീഴ്ചക്കും ഞങ്ങൾ തയ്യാറാകേണ്ട സാഹചര്യമില്ല, സൈനികപരമായി ഞങ്ങൾ തന്നെയാണ് വിജയിച്ചുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ എല്ലാ ആക്രമണങ്ങളെയും ചെറുക്കുവാനും തിരിച്ചടി നൽകാനും കൃത്യമായി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നൊരു സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ അമേരിക്കക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്.